ഒന്നാലോചിച്ചു നോക്കൂ, രാത്രിയാണ്, നല്ല മഴ, നിങ്ങളൊരു ഹൈവേയിലൂടെ വണ്ടി ഓടിക്കുകയാണ്. പെട്ടെന്ന് മുന്നിലെ കാഴ്ചകൾ അവ്യക്തമാകുന്നു. എന്താണ് ഒരു സാധാരണ ഡ്രൈവറുടെ ആദ്യത്തെ പ്രതികരണം? പേടിച്ച് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമല്ലേ? എന്നാൽ വേറെ ചിലരുണ്ട്, അമിത ആവേശത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ ആക്സിലറേറ്റർ കൊടുത്ത് സ്പീഡ് കൂട്ടും. സത്യം പറഞ്ഞാൽ ഇത് രണ്ടും ഭയങ്കര അപകടമാണ്. എന്നാൽ എക്സ്പീരിയൻസ്ഡ് ആയ ഡ്രൈവർമാർക്ക് കൃത്യമായി അറിയാം എപ്പോൾ ബ്രേക്ക് ചെയ്യണം, എപ്പോൾ ആക്സിലറേറ്റ് ചെയ്യണമെന്ന്. ശരിയാണ്. ഒരു സാമ്പത്തിക മാന്ദ്യം അഥവാ വലിയൊരു ഇക്കണോമിക് സ്ലോ ഡൗൺ വരുമ്പോൾ നമ്മുടെ ബിസിനസ് ലോകത്തും സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. ഈ ഒരു വിഷയമാണ് നമ്മൾ ഇന്നത്തെ ഈ വിശകലനത്തിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ബേസ് ചെയ്യുന്നത് ഹാർവർഡ് ബിസിനസ് റിവ്യൂവിൽ വന്ന റോറിംഗ് ഔട്ട് ഓഫ് റിസെഷൻ എന്ന വളരെ പ്രശസ്തമായ ഒരു ആർട്ടിക്കിളാണ്. ഇതൊരു സാധാരണ തിയറി അല്ല കേട്ടോ. 1980, 1990, 2000 എന്നീ വർഷങ്ങളിലെ 3 വലിയ മാന്ദ്യങ്ങളിൽ 4700 പബ്ലിക് കമ്പനികളെ വർഷങ്ങളോളം പഠിച്ചതിന്റെ ഡേറ്റയാണിത്. അതെ, ഈ ഡേറ്റ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഒരു സാധാരണ എന്റർപ്രണറിനെ സംബന്ധിച്ച് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ആ 4700 കമ്പനികളിൽ 17% കമ്പനികൾ പൂർണ്ണമായും തകർന്നുപോയി. അതായത് അവർ ബാങ്ക്രപ്റ്റായി. അതിലും ഭയാനകമായ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ പ്രതിസന്ധിയെ എങ്ങനെയൊക്കെയോ അതിജീവിച്ചു എന്ന് കരുതിയവരിൽ 80% കമ്പനികൾക്കും ആ മാന്ദ്യം കഴിഞ്ഞ് 3 വർഷം പിന്നിട്ടിട്ടും അവരുടെ പഴയ ഗ്രോത്ത് നിലനിർത്താൻ കഴിഞ്ഞില്ല. 80%? അതൊരു വലിയ സംഖ്യയാണല്ലോ. വളരെ വലുതാണ്. അതായത് അവർ അക്ഷരാർത്ഥത്തിൽ കിതയ്ക്കുകയായിരുന്നു. പഴയ പ്രതാപത്തിലേക്ക് അവർക്ക് ഒരിക്കലും മടങ്ങിപ്പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇതിൽ വെറും 9% കമ്പനികൾ ആ പ്രതിസന്ധി കഴിഞ്ഞു പുറത്തുവന്നത് അവരുടെ എതിരാളികളേക്കാൾ 10% കൂടുതൽ സെയിൽസും പ്രോഫിറ്റ് ഗ്രോത്തും നേടിയാണ്. ഈ 9% കമ്പനികൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ എന്ത് ചെയ്തു, അവരുടെ ആ വിന്നിംഗ് സ്ട്രാറ്റജി എന്തായിരുന്നു എന്നാണ് നമ്മളിന്ന് വളരെ ഡീറ്റെയിലായി നോക്കാൻ പോകുന്നത്. തീർച്ചയായും. ഈ 9% പേരാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ എക്സ്പീരിയൻസ്ഡ് ആയ ഡ്രൈവർമാർ. ശരി, ഈ വിജയികളെക്കുറിച്ച് പറയുന്നതിനു മുൻപ് ഭൂരിഭാഗം ആളുകളും മാന്ദ്യം വരുമ്പോൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആർട്ടിക്കിളിൽ ഇതിനെ പ്രിവെൻഷൻ ഫോക്കസ്ഡ് സ്ട്രാറ്റജി എന്നാണ് വിളിക്കുന്നത്. അതായത് പ്രതിരോധത്തിൽ മാത്രം ഊന്നിയുള്ള ഒരു സമീപനം. മഴയത്ത് പേടിച്ച് ബ്രേക്ക് ചവിട്ടുന്ന ഡ്രൈവർമാരാണിവർ. പെട്ടെന്ന് പാനിക്കാകുന്ന ബിസിനസ് ഉടമകൾ. കൃത്യമായി പറഞ്ഞാൽ, ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ ചില സിഇഒമാർ പെട്ടെന്നൊരു പാനിക് മോഡിലേക്ക് പോകും. അവരുടെ മനസ്സിൽ ഒരേയൊരു ലക്ഷ്യമേ കാണൂ: എങ്ങനെയെങ്കിലും ചെലവുകൾ വെട്ടിച്ചുരുക്കുക, പെട്ടെന്ന് ജോലിക്കാരെ പിരിച്ചുവിടുക, R&D പൂർണ്ണമായും നിർത്തുക, പുതിയ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം അങ്ങ് ഒഴിവാക്കുക. ഇതാണ് അവരുടെ രീതി. എന്നാൽ ഡേറ്റ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇങ്ങനെ പ്രതിരോധം മാത്രം തിരുക്കുന്ന കമ്പനികളുടെ സക്സസ് റേറ്റ് വെറും 21% മാത്രമാണ് എന്ന്. ഒരു മിനിറ്റ്, ഇതൊരു സ്വാഭാവികമായ പ്രതികരണമല്ലേ? ബിസിനസ് മോശമാകുമ്പോൾ, റവന്യൂ കുറയുമ്പോൾ ചിലവ് ചുരുക്കുന്നത് തന്നെയല്ലേ സാമാന്യ ബുദ്ധി? അതിലെന്താണ് ഇത്ര വലിയ തെറ്റ്? അങ്ങനെയല്ലേ ക്യാഷ് ഫ്ലോ നിലനിർത്താൻ പറ്റൂ? ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നും. പക്ഷേ നിങ്ങൾ കേവലം ചിലവുകൾ വെട്ടിച്ചുരുക്കാൻ മാത്രം നോക്കുമ്പോൾ കമ്പനിക്കുള്ളിൽ ഒരു സീജ് മെന്റാലിറ്റി ഉണ്ടാകും. അതായത് ശത്രുക്കൾ വളഞ്ഞ ഒരു കോട്ടയ്ക്കുള്ളിൽ ജീവിക്കുന്നത് പോലെയുള്ളൊരു ഭയത്തിന്റെ അന്തരീക്ഷം. അവിടെ എല്ലാ തീരുമാനങ്ങളും ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം എടുക്കാൻ തുടങ്ങും. എവിടെയൊക്കെ പൈസ കുറയ്ക്കാമെന്ന് മാത്രമാകും ചിന്ത. ഇത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ വളരെ മോശമായി ബാധിക്കും. നിങ്ങളുടെ ടീമിന്റെ മൊറാൽ പൂർണ്ണമായും തകരും. നാളെ എന്റെ പണിയും പോകുമോ എന്നൊരു ഭയം അവർക്ക് വരും. അതെ, ആ ഭയത്തിൽ അവർ റിസ്ക് എടുക്കാൻ മടിക്കും. അതോടെ ഇന്നൊവേഷൻ ഇല്ലാതാകും. ഒടുവിൽ ബിസിനസ് വെറുമൊരു സർവൈവൽ ഗെയിമായി മാറും. മനസ്സിലായി. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 2000-ലെ മാന്ദ്യസമയത്ത് വമ്പൻ ബ്രാൻഡായ സോണി ചെയ്തതാണ്. ആ സമയത്ത് സോണി അവരുടെ വർക്ക് ഫോഴ്സിൽ നിന്നും 11% ആളുകളെയാണ് പിരിച്ചുവിട്ടത്. പോരാത്തതിന് R&D ചിലവുകൾ 12% വെട്ടിക്കുറച്ചു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് 23% കുറച്ചു. ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഇത് നല്ലൊരു നീക്കമായി തോന്നും. കാരണം അവരുടെ പ്രോഫിറ്റ് മാർജിൻ 8%-ൽ നിന്നും 12%-ആയി ഉയർന്നു. പക്ഷേ അത് താൽക്കാലിക മാത്രമായിരുന്നില്ലേ? ശരിക്കും യഥാർത്ഥ തിരിച്ചടി വന്നത് സെയിൽസിലായിരുന്നു. അവരുടെ സെയിൽസ് ഗ്രോത്ത് 11%-ൽ നിന്നും വെറും 1%-ആയി കൂപ്പുകുത്തി. ഫലമോ ആമസോൺ, നിന്റെൻഡോ, സാംസങ് തുടങ്ങിയ എതിരാളികൾക്കു മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കൃത്യം.
അവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ R&D, അതായത് പുതിയ ഉൽപ്പന്നങ്ങൾ കണ്ടെത്താനുള്ള റിസർച്ച് അവർ നിർത്തലാക്കി. ടെക് ലോകത്ത് ഇന്നൊവേഷൻ നിന്നാൽ പിന്നെ ഭാവിയില്ലല്ലോ. മാന്ദ്യം കഴിഞ്ഞ് മാർക്കറ്റ് ഉണർന്നപ്പോൾ ആമസോണും സാംസങ്ങും പുതിയ പ്രൊഡക്റ്റുകളുമായി വന്നപ്പോൾ സോണിയുടെ കയ്യിൽ കസ്റ്റമറിന് കൊടുക്കാൻ പുതിയതായി ഒന്നുമില്ലായിരുന്നു. ഇതാണ് വെറും കോസ്റ്റ് കട്ടിംഗ് വരുത്തിവെക്കുന്ന വലിയ വിന. അപ്പോൾ ഈ പിശുക്കുന്നത് പരാജയമാണെങ്കിൽ ഒരുപാട് പണം മുടക്കി മാർക്കറ്റ് പിടിച്ചാലോ? ചിലർ ചോദിക്കില്ലേ, പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ കൂടുതലായി പണമിറക്കണമെന്ന്? അവിടെയാണ് രണ്ടാമത്തെ കാറ്റഗറി വരുന്നത്, പ്രൊമോഷൻ ഫോക്കസ് സ്ട്രാറ്റജി. ഇത് നേരത്തെ പറഞ്ഞ മഴയത്ത് യാതൊരു ശ്രദ്ധയുമില്ലാതെ സ്പീഡ് കൂട്ടുന്ന ഡ്രൈവർമാരാണ്. അതെ, ഈ കമ്പനികൾ റിസഷനെ വലിയൊരു അവസരമായി കണ്ട് അമിതമായി പണം ചെലവാക്കും. യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ഭയങ്കര ശുഭാപ്തിവിശ്വാസമായിരിക്കും ഇവർക്ക്. എന്നാൽ ഇവരുടെ സക്സസ് റേറ്റ് കേവലം 26% മാത്രമാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം 2000-ലെ ടെക് ബബിൾ പൊട്ടിയ സമയത്ത് HP, അതായത് ഹ്യൂലെറ്റ് പാക്കേർഡ് ചെയ്തതാണ്. ആ HP-യുടെ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അന്നത്തെ HP-യുടെ CEO ആയിരുന്ന കാർലി ഫിയോറിന പറഞ്ഞത്, നമ്മൾ ഡബിൾ ഡൗൺ ചെയ്യാൻ പോകുന്നു എന്നാണ്. അതായത് പ്രതിസന്ധിയിൽ നമ്മൾ ഇരട്ടി കരുത്തോടെ ആക്രമിക്കും എന്ന്. അവരെന്തു ചെയ്തു? $25 ബില്യൺ മുടക്കി കോംപാഗ് എന്ന കമ്പനിയെ വാങ്ങി. 25 ബില്യൺ. അതെ, ചെറിയ തുകയല്ല. R&D ബഡ്ജറ്റ് 9% കൂട്ടി വലിയ ബ്രാൻഡ് ക്യാമ്പയിൻ നടത്തി. പക്ഷേ റിസഷൻ കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? HP-യുടെ പ്രോഫിറ്റ് മാർജിൻ വെറും 8.4% ചുരുങ്ങി. അതേസമയം IBM 16.8%-ലും ഡെൽ 9.3%-ലും എത്തി നിൽപ്പായിരുന്നു. എനിക്കിവിടെ ഒരു വലിയ സംശയമുണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലോ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. ഉദാഹരണത്തിന് ഗ്രേറ്റ് ഡിപ്രഷൻ സമയത്ത് P&G ഒക്കെ ചെയ്തതുപോലെ. പിന്നെന്തുകൊണ്ടാണ് HP ഇവിടെ പരാജയപ്പെട്ടത്? ആ സ്ട്രാറ്റജി എവിടെയാണ് പാളിയത്? വളരെ കൃത്യമായ ഒരു ചോദ്യമാണ്. അവിടെയാണ് അമിത ആത്മവിശ്വാസം എന്ന അപകടം ഒളിച്ചിരിക്കുന്നത്. ഈ പ്രൊമോഷൻ ഫോക്കസ്ഡ് കമ്പനികൾ മാർക്കറ്റിലെ യഥാർത്ഥ ഡേറ്റ പൂർണ്ണമായും അവഗണിക്കും. സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ കസ്റ്റമർ സ്വാഭാവികമായും ചോദിക്കുന്നത് വില കുറഞ്ഞ എന്നാൽ മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാണ്. പക്ഷേ ഇവർ വില കൂടിയ പുതിയ ഫീച്ചറുകൾ ഇറക്കിക്കൊണ്ടിരിക്കും. മാത്രമല്ല, യാതൊരു നിയന്ത്രണവുമില്ലാതെ പണം ചെലവാക്കുന്നത് മൂലം അവരുടെ കോസ്റ്റ് സ്ട്രക്ചർ താങ്ങാനാവാത്ത വിധം വലുതാകും. നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എത്ര രൂപ വരുന്നുണ്ട്, എത്ര രൂപ പുറത്തേക്ക് പോകുന്നുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ക്യാഷ് ഫ്ലോ കണക്കുകൾ തെറ്റും. ഇത് കമ്പനിയെ ആത്യന്തികമായി തളർത്തുകയാണ് ചെയ്യുന്നത്. അതെ, ഈ എപ്പിസോഡ് കേൾക്കുന്ന എന്റർപ്രണർമാരോടൊരു കാര്യം പറയാനുണ്ട്. HP-യുടെ കയ്യിൽ കോടിക്കണക്കിന് ഡോളർ ഉണ്ടായിരുന്നു ഈ നഷ്ടം സഹിക്കാൻ. പക്ഷേ നിങ്ങളുടെ ചെറിയ ബിസിനസ്സിൽ ഈ അബദ്ധം പറ്റിയാൽ, യാതൊരു പ്ലാനിങ്ങുമില്ലാതെ കാശു മുടക്കിയാൽ രണ്ടാമതൊരു അവസരം കിട്ടില്ല. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. പ്രതിരോധം മാത്രം ചെയ്താൽ പരാജയപ്പെടും, ആക്രമണം മാത്രം ചെയ്താലും പരാജയപ്പെടും. അപ്പോൾ പിന്നെ രണ്ടും കൂടി ചേർത്താലോ? അതാണ് മൂന്നാമത്തെ കാറ്റഗറി, പ്രാഗ്മാറ്റിക് അപ്രോച്ച്, അതായത് ഒരു പ്രായോഗികമായ മധ്യമാർഗം. ശരിയാണ്. പ്രശസ്ത തത്വചിന്തകനായ വില്യം ജെയിംസ് പറഞ്ഞതുപോലെ പ്രായോഗികമായ ചിന്തിക്കുന്ന മാനേജ്മെന്റാണിത്. അവർ കുറച്ച് കോസ്റ്റ് കട്ടിംഗ് ചെയ്യും, ഒപ്പം പുതിയ മാർക്കറ്റുകളിലേക്ക് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റും നടത്തും. ഒരു ബാലൻസ്. ഇവരുടെ സക്സസ് റേറ്റ് 29%. ഒരു നിമിഷം, ഡിഫെൻസും ഓഫെൻസും ഒരുമിച്ച് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇവരുടെ സക്സസ് റേറ്റ് വെറും 29% നിൽക്കുന്നത്? അതത്ര വലിയൊരു സംഖ്യയല്ലല്ലോ. നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ടോപ്പിൽ നിൽക്കുന്ന 9% കമ്പനികൾ ഇവരിൽ നിന്നും വ്യത്യസ്തമായി എന്താണ് ചെയ്യുന്നത്? അവിടെയാണ് നമ്മൾ ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരുന്നത്. ഈ ഡിഫൻസും ഒഫൻസും കൂട്ടിമുട്ടുന്നിടത്ത് ഒരു വലിയ ഫ്രിക്ഷനുണ്ട്. ചിലവ് ചുരുക്കുന്ന അതേ സമയത്ത് തന്നെ പണം മുടക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ആ 9% കമ്പനികൾ ഉപയോഗിക്കുന്നത് പ്രോഗ്രസീവ് സ്ട്രാറ്റജിയാണ്. ഇവരുടെ സക്സസ് റേറ്റ് 37%. ഇവരും പ്രതിരോധവും ആക്രമണവും ഒരുമിച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ വളരെ വ്യത്യസ്തമായ സ്മാർട്ടായ ഒരു രീതിയിലാണ്. ആദ്യത്തെ കാര്യം, അവർ എങ്ങനെയാണ് ചിലവ് ചുരുക്കുന്നതെന്ന് നോക്കാം. അവർ കോസ്റ്റ് കട്ട് ചെയ്യുന്നത് ജോലിക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടുകൊണ്ടല്ല, മറിച്ച് ഓപ്പറേഷണൽ എഫിഷ്യൻസി വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. 66% പേരും അവരുടെ ജീവനക്കാരെ പിരിച്ചുവിടുമ്പോൾ ഈ പ്രോഗ്രസീവ് കമ്പനികളിൽ വെറും 23% മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ. HBR ഡേറ്റ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കേവലം ജീവനക്കാരെ പിരിച്ചുവിടുന്നത് വഴി മാത്രം മാന്ദ്യത്തെ അതിജീവിച്ച് വിജയിക്കാനുള്ള സാധ്യത
വെറും 11% മാത്രമാണ് എന്ന്. എനിക്കിതിന് നമ്മുടെ വണ്ടിയുടെ മൈലേജുമായി ഒന്ന് താരതമ്യം ചെയ്യാൻ തോന്നുന്നു. ഒരു വണ്ടിക്ക് മൈലേജ് കിട്ടുന്നില്ലെങ്കിൽ അതിനുള്ളിലിരിക്കുന്ന യാത്രക്കാരെ മുഴുവൻ വഴിയിൽ ഇറക്കിവിടുകയല്ല വേണ്ടത്. മറിച്ച് ആ വണ്ടിയുടെ എഞ്ചിന്റെ പെർഫോമൻസ് നന്നാക്കുകയാണ് വേണ്ടത്. അത് ട്യൂൺ ചെയ്യണം. ആ അനാലജി ഒന്നാം തരമാണ്. സത്യത്തില് അതാണ് പല കമ്പനികളും ചെയ്യുന്നത്. യാതൊരു ചിന്തയുമില്ലാതെ യാത്രക്കാരെ ഇറക്കിവിടും. അപ്പോൾ വണ്ടിയുടെ ഭാരം കുറയും, പെട്ടെന്ന് നോക്കുമ്പോൾ കുറച്ച് മൈലേജ് കൂടിയെന്ന് തോന്നും. പക്ഷേ എഞ്ചിന്റെ യഥാർത്ഥ തകരാറ് അങ്ങനെ തന്നെ തുടരും. ആ എഞ്ചിൻ ട്യൂൺ ചെയ്യുക എന്നതാണ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. നിങ്ങളുടെ പ്രോസസ്സ് നന്നാക്കുക. നിങ്ങളുടെ ടീമിനെ നിലനിർത്തുന്നത് അവരുടെ മൊറാല് വലിയ രീതിയിൽ കൂട്ടും. തങ്ങളുടെ ജോലി പോവില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ ജീവനക്കാർ സ്വയം മുന്നോട്ട് വന്ന് പ്രോസസ്സ് മെച്ചപ്പെടുത്തി ചിലവ് ചുരുക്കാൻ കമ്പനിയെ സഹായിക്കും. അവർക്ക് ആ ബിസിനസ്സിനോട് വലിയൊരു ഓണർഷിപ്പ് തോന്നും. അതുമാത്രമല്ലല്ലോ, റിസഷൻ കഴിഞ്ഞ് മാർക്കറ്റ് ഉഴലുമ്പോൾ പുതിയ ആൾക്കാരെ കണ്ടെത്തി ഹയർ ചെയ്യാൻ വലിയ ചെലവും സമയവും വേണ്ടിവരില്ലേ? പഴയ ജീവനക്കാരെ നിലനിർത്തുന്നത് ആ വലിയൊരു റിസ്ക് ഒഴിവാക്കാൻ സഹായിക്കും. ഈ ഓപ്പറേഷണൽ എഫിഷ്യൻസിയും വെറും ലേ ഓഫ്സും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊരു യഥാർത്ഥ ബിസിനസ് ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. 2000-ലെ മാന്ദ്യകാലത്ത് അമേരിക്കയിലെ ഓഫീസ് സപ്ലൈസ് വിൽക്കുന്ന 2 വമ്പൻ കമ്പനികളുണ്ടായിരുന്നു. ഓഫീസ് ഡിപ്പോയും സ്റ്റേപ്പിൾസും. ഒരേപോലത്തെ കമ്പനികൾ, ഒരേ മാർക്കറ്റ്. പക്ഷെ അവർ പ്രതികരിച്ചത് 2 രീതിയിലാണ്. അതെ, ആ കഥ വളരെ കൃത്യമായി ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഓഫീസ് ഡെപ്പോ ആദ്യം തന്നെ തങ്ങളുടെ വർക്ക് ഫോഴ്സ് 6% കുറച്ചു, ആളുകളെ പിരിച്ചുവിട്ടു. പക്ഷേ ആശ്ചര്യമെന്ന് പറയട്ടെ, അവരുടെ ഓപ്പറേറ്റിംഗ് കോഴ്സ് കാര്യമായി കുറഞ്ഞില്ല. ഫലമോ, അവരുടെ സെയിൽസ് ഗ്രോത്ത് 19%-ൽ നിന്നും 8%-ആയി താഴേക്കു പോയി. എന്നാൽ എതിരാളിയായ സ്റ്റേപ്പിൾസ് ചെയ്തത് തികച്ചും വ്യത്യസ്തമായ കാര്യമാണ്. അവർ മോശമായി പ്രവർത്തിക്കുന്ന ലാഭമില്ലാത്ത ചില സ്റ്റോറുകൾ പൂട്ടി. എന്നാൽ ജോലിക്കാരെ പിരിച്ചുവിട്ടില്ല. പകരം അവരുടെ എണ്ണം 10% വർദ്ധിപ്പിച്ചു. അല്ല, ഒരു മിനിറ്റ്. കടകൾ പൂട്ടുക, എന്നാൽ അവിടുത്തെ ജോലിക്കാരെ പിരിച്ചുവിടാതിരിക്കുക, പോരാത്തതിന് 10% കൂട്ടുകയും ചെയ്യുക. അതെങ്ങനെ പ്രായോഗികമാകും? ആ ജോലിക്കാർക്ക് വെറുതെ ഇരുത്തി ശമ്പളം കൊടുക്കേണ്ടി വരില്ലേ? അത് കമ്പനിയുടെ ക്യാഷ് ഫ്ലോയെ ബാധിക്കില്ലേ? അവിടെയാണ് സ്റ്റേപ്പിൾസ് കാണിച്ച ബുദ്ധി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ ജോലിക്കാരെ വെറുതെ ഇരുത്തി ശമ്പളം കൊടുക്കല്ല ചെയ്തത്. മോശം പെർഫോമൻസ് ഉള്ള കടകൾ അവർ പൂട്ടി. അവിടത്തെ ഏറ്റവും മികച്ച ജീവനക്കാരെ അവർ നല്ല രീതിയിൽ ലാഭമുണ്ടാക്കുന്ന മറ്റു സ്റ്റോറുകളിലേക്ക് മാറ്റി. അവിടെ അവർ കസ്റ്റമറിന് ഉയർന്ന നിലവാരമുള്ള സർവീസസ് നൽകാൻ തുടങ്ങി. മുൻപ് ഒരു കടയിൽ കസ്റ്റമർ അറ്റൻഡ് ചെയ്യാൻ 2 പേരുണ്ടായിരുന്നിടത്ത് അവർ 4 പേരെ വെച്ചു. കസ്റ്റമർ സർവീസ് ഗംഭീരമായി. മാന്ദ്യകാലത്ത് ആളുകൾ പണം ചെലവാക്കാൻ മടിക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് കൊടുത്തപ്പോൾ അവർ വീണ്ടും വീണ്ടും സ്റ്റേപ്പിൾസിലേക്ക് തന്നെ വന്നു. എന്നുവെച്ചാലേ അവര് കസ്റ്റമറെ ശരിക്കും റീറ്റെയിൻ ചെയ്തു. അതൊരു മികച്ച എക്സിക്യൂഷനാണ്. $4.6 ബില്യൺ വളർന്നു. മാത്രമല്ല, എതിരാളിയായ ഓഫീസ് ഡിപ്പോയേക്കാൾ 30% കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്തു. ഇതാണ് എക്സിക്യൂഷന്റെ പവർ. നിങ്ങളുടെ സപ്ലൈ ചെയിനും പ്രോസസ്സും നന്നാക്കുക എന്നതാണ് പ്രധാനം, അല്ലാതെ എളുപ്പവഴിയായ പിരിച്ചുവിടലല്ല. അപ്പോൾ ചിലവ് ചുരുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായി പറഞ്ഞു. ഓപ്പറേഷണൽ എഫിഷ്യൻസിയാണ് താരം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. മാന്ദ്യകാലത്ത് ബിസിനസ് വളർത്താൻ ഈ പ്രോഗ്രസീവ് കമ്പനികൾ എങ്ങനെയാണ് പണം കണ്ടെത്തുന്നത്? സെയിൽസ് ഒക്കെ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് എവിടുന്നാണ് ഇൻവെസ്റ്റ്മെന്റിനുള്ള പണം? ഇവിടെയാണ് അവരുടെ മാസ്റ്റർ സ്ട്രോക്ക് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പറേഷണൽ എഫിഷ്യൻസി വഴി അവർ ഒരുപാട് പണം ലാഭിക്കുന്നുണ്ടല്ലോ. ആ ലാഭിക്കുന്ന പണം അവര് പുതിയ അസറ്റ്സ് വാങ്ങാനും R&Dക്കും മാർക്കറ്റിങ്ങിനും ഉപയോഗിക്കുന്നു. ബിസിനസ് ഭാഷയിൽ ഇതിനെ നമ്മൾ കോംപ്രഹെൻസീവ് ഒഫൻസ് എന്ന് വിളിക്കും. ലളിതമായി പറഞ്ഞാൽ, മാന്ദ്യകാലത്ത് ഭൂമിക്കും മിഷനറികൾക്കും മറ്റ് ബിസിനസ്സുകൾക്കുമൊക്കെ വില വലിയ രീതിയിൽ കുറവായിരിക്കും. ഈ അവസരം അവർ മുതലെടുക്കുന്നു. സത്യം പറയട്ടെ, സെയിൽസ് ഒക്കെ ഇടിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഒരു സാധാരണ എന്റർപ്രന്യൂറിന് എങ്ങനെ ധൈര്യം വരും? അതെങ്ങനെ പ്രായോഗികമാകും? പേടി തോന്നില്ലേ? ആ ധൈര്യം വരുമ്പോൾ വെറുതെ അല്ല. പ്രതിസന്ധി ഘട്ടത്തിൽ കസ്റ്റമറുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്കേ ഈ ധൈര്യമുണ്ടാവൂ. കസ്റ്റമർ ആവശ്യങ്ങൾ കൃത്യമായി അറിയുന്നതുകൊണ്ടാണ് ഏത് ഇന്നൊവേഷൻ വിജയിക്കും, ഏതുൽപ്പന്നം വിറ്റുപോകും എന്ന് അവർക്കുറപ്പുള്ളത്. അവർ ഡേറ്റയെ ആശ്രയിക്കുന്നു, അല്ലാതെ വെറും ഊഹങ്ങളെയല്ല. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ HP പറ്റിയ അബദ്ധം. HP കസ്റ്റമറെ മറന്നു, വില കൂടിയ സാധനങ്ങൾ ഇറക്കി. എന്നാൽ ഈ 9% കമ്പനികൾ കസ്റ്റമറെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു.
ഇത് മനസ്സിലാക്കാൻ വെറുതെ കുറഞ്ഞ വിലയിൽ അസറ്റ്സ് വാങ്ങിക്കൂട്ടിയാൽ പോരാ, അത് നിങ്ങളുടെ മൊത്തത്തിലുള്ള സ്ട്രാറ്റജിയുമായി ചേർന്നു പോകണം എന്ന് കാണിക്കുന്ന ഗംഭീരമായ ഒരു ഉദാഹരണം ആ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ടാർഗറ്റും TJXും തമ്മിലുള്ള പോരാട്ടം. ഇത് കേൾക്കുന്ന പലർക്കും അറിയാമായിരിക്കാം. അമേരിക്കയിലെ വലിയ റീറ്റെയിൽ ശൃംഖലകളാണിവ. തീർച്ചയായും. മാന്ദ്യകാലത്ത് റിയൽ എസ്റ്റേറ്റ് വില കുറഞ്ഞപ്പോൾ TJX, അതായത് TJ Maxx, വളരെ കുറഞ്ഞ വിലയിൽ കെട്ടിടങ്ങൾ വാങ്ങി 300 പുതിയ സ്റ്റോറുകൾ തുറന്നു. അവരവരുടെ ബിസിനസ് സ്കെയിൽ ചെയ്തു. വലിയ കുഴപ്പമില്ലാത്തൊരു നീക്കമാണത്. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. അവരവരുടെ ബിസിനസ് മോഡൽ മാറ്റിയില്ല. പഴയ സാധനങ്ങൾ തന്നെ പുതിയ കടകളിൽ വെച്ച് വിറ്റു. ഈ പോസ്റ്റ് റിസഷൻ സമയത്ത് അവരുടെ ബോട്ടം ലൈൻ ഗ്രോത്ത്, അതായത് ചെലവുകളെല്ലാം കഴിഞ്ഞുള്ള യഥാർത്ഥ ലാഭം, അതവരുടെ എതിരാളികളെക്കാൾ 9% താഴെയായിരുന്നു. അവിടെയാണ് ടാർജറ്റ് എന്ന ബ്രാൻഡിന്റെ ബുദ്ധി നമ്മൾ കാണേണ്ടത്. മാന്ദ്യകാലത്ത് ടാർജറ്റ് അവരുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് 20%, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 50% കൂട്ടി. അവർ വെറുതെ കടകൾ തുറക്കുകയല്ല ചെയ്തത്. അവർ ഈ ഇക്കോസിസ്റ്റം മനസ്സിലാക്കി ആമസോണുമായി വലിയൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ, മാന്ദ്യകാലത്ത് ആളുകൾ ലക്ഷറി സാധനങ്ങൾക്ക് പണം ചെലവാക്കാൻ മടിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവർ തങ്ങളുടെ ഫോക്കസ് അത്യാവശ്യ സാധനങ്ങളായ ഫുഡ് അഥവാ പലചരക്ക് സാധനങ്ങളുടെ സെഗ്മെന്റിലേക്ക് പിവറ്റ് ചെയ്തു. മാർക്കറ്റ് പാൻട്രി, ആർച്ചർ ഫാംസ് തുടങ്ങിയ സ്വന്തം ബ്രാൻഡുകൾ അവർ ഇറക്കി. കൃത്യം. ആ പിവട്ടാണ് അവരുടെ തലവര മാറ്റിയത്. പക്ഷെ ഇവിടെ പലർക്കും തോന്നാം, പലചരക്ക് സാധനങ്ങളിൽ വലിയ പ്രോഫിറ്റ് മാർജിൻ ഒന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ടാർജറ്റ് വലിയ ലാഭമുണ്ടാക്കിയതെന്ന്? അതെ, അതെങ്ങനെയാണ്? ഫുഡ് എന്ന് പറയുന്നത് പൊതുവെ ഒരു ലോ മാർജിൻ ബിസിനസ് അല്ലേ? അവർക്ക് വേറെ എവിടെന്നെങ്കിലും റവന്യൂ വന്നോ? അവിടെയാണ് ടാർഗറ്റിന്റെ കളി. അവർക്കറിയാം മാന്ദ്യകാലത്ത് ലക്ഷറി സാധനങ്ങൾ വാങ്ങാൻ ആളുകൾക്ക് മടിയായിരിക്കുമെന്ന്. എന്നാൽ അത്യാവശ്യ സാധനങ്ങളായ പലചരക്ക് ആരും ഒഴിവാക്കില്ല. ഫുഡ് എന്നതിവിടെ ഒരു ലോസ് ലീഡറായിട്ടാണ് പ്രവർത്തിച്ചത്. അതായത് ആളുകളെ കടയിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ചൂണ്ട. വിലക്കുറവിൽ പലചരക്ക് വാങ്ങാൻ ആളുകൾ ടാർഗറ്റിൽ വരും. ആ കടക്കുള്ളിൽ കയറിക്കഴിഞ്ഞാൽ അവർ മറ്റ് സാധനങ്ങളും വാങ്ങും. അവിടെയാണ് ടാർഗറ്റ് യഥാർത്ഥ ലാഭമുണ്ടാക്കിയത്. വെറുതെ പണം മുടക്കുകയല്ല, മാർക്കറ്റ് എന്താണോ ആവശ്യപ്പെടുന്നത് അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചുവിടുകയാണ് അവർ ചെയ്തത്. വാവ്, അതൊരു ഗംഭീര പ്ലാനായിരുന്നു. ഫലമായി ആ മാന്ദ്യകാലം കഴിഞ്ഞപ്പോൾ അവരുടെ സെയിൽസ് 40% വളർന്നു, പ്രോഫിറ്റ് 50% വർദ്ധിച്ചു, അവരുടെ റവന്യൂ മുമ്പെങ്ങുമില്ലാത്ത വിധം കുതിച്ചുയർന്നു. ഇതാണ് യഥാർത്ഥ പ്രോഗ്രസീവ് സ്ട്രാറ്റജി. അതെ, മാന്ദ്യകാലത്ത് നിങ്ങളുടെ ബിസിനസിന്റെ ബെഞ്ച്മാർക്ക് മാറ്റിയെഴുതാനുള്ള സമയമാണ്. പ്രതിസന്ധികൾ ഒരു തടസ്സമല്ല, മറിച്ച് നിങ്ങളുടെ കമ്പനിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഫ്രെയിംവർക്കാണ് നിങ്ങൾക്കവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിക്കാം. മാന്ദ്യം അഥവാ റിസഷൻ എന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വെറും അതിജീവനത്തിന്റെ മാത്രം കാലമല്ല. മഴയത്ത് വണ്ടി സൈഡാക്കി പേടിച്ച് ഒളിച്ചിരിക്കാനുള്ള സമയമല്ല. കോസ്റ്റ് കട്ടിംഗ് എന്നത് നിങ്ങളുടെ ജോലിക്കാരെ പിരിച്ചുവിടലല്ല, മറിച്ച് നിങ്ങളുടെ പ്രോസസ് നന്നാക്കലാണ്. ഇൻവെസ്റ്റ്മെന്റ് എന്നത് യാതൊരു പ്ലാനിങ്ങുമില്ലാതെ അന്ധമായി പണം ചെലവാക്കലല്ല, കസ്റ്റമറിലേക്ക് കൂടുതൽ എടുക്കലാണ്. 100% ശരിയാണ്. നിങ്ങളുടെ ടീമിനെ വിശ്വാസത്തിലെടുക്കുക, അവർക്കൊപ്പം നിന്ന് ഓപ്പറേഷണൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഉപയോഗിച്ച് കസ്റ്റമറിന് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളിൽ സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതൊരു കൃത്യമായ ഫ്രെയിംവർക്കാണ്. ഇത് മനസ്സിലാക്കുന്ന ഒരു എന്റർപ്രണർ പ്രതിസന്ധികളെ ഭയക്കില്ല, പകരം അതിനെ വലിയൊരു അവസരമായി കാണും. നിങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡർമാരോട് ഈ ഡേറ്റ പങ്കുവയ്ക്കുക. ഉറപ്പായും. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഈ വിശകലനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട്, ആ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർമാരോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നിങ്ങൾ സ്വന്തമായി ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ എതിരാളികൾ ഇപ്പോൾ പേടിച്ച് ചിലവ് ചുരുക്കുന്ന തിരക്കിലാണെങ്കിൽ അവർ ശ്രദ്ധിക്കാതെ വിടുന്ന ഏത് വലിയ അവസരമാണ് നാളെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുക? നിങ്ങളിപ്പോൾ നടപ്പിലാക്കുന്ന കോസ്റ്റ് കട്ട്സ് നിങ്ങളുടെ കസ്റ്റമറിന്റെ അനുഭവത്തെ മോശമാക്കുകയാണോ, അതോ നിങ്ങളുടെ സപ്ലൈ ചെയിനും എഫിഷ്യൻസിയും മെച്ചപ്പെടുത്തുകയാണോ? നിങ്ങളുടെ അടുത്ത ബോർഡ് മീറ്റിംഗിൽ ഈ ചോദ്യം ഉന്നയിക്കുക. ചിലപ്പോൾ അവിടെ നിങ്ങൾ കണ്ടെത്തുന്ന ഉത്തരമായിരിക്കും നാളെ നിങ്ങളുടെ ബിസിനസ്സിനെ ആ ടോപ്പിലുള്ള 9% കമ്പനികളിൽ ഒന്നാക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ മഴ പെയ്യുമ്പോൾ പേടിച്ച് ബ്രേക്ക് ചവിട്ടുന്നവരോ അമിതാവേശത്തിൽ ആക്സിലറേറ്റർ കൊടുക്കുന്നവരോ ആകാതിരിക്കുക. എഞ്ചിൻ ട്യൂൺ ചെയ്ത് കൃത്യമായി എപ്പോൾ കുതിക്കണം എന്ന് അറിയുന്ന ആ വിജയികളുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.
വീണ്ടും കാണാം. ഗുഡ് ബൈ.